തമിഴക രാഷ്ട്രീയം നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. AIADMKയുടെ തകർച്ചയും വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് വന്നതുമെല്ലാം തമിഴക രാഷ്ട്രീയത്തെ സവിശേഷമാക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായ പോരാട്ടത്തിനാണ് വിജയുടെ പാർട്ടി ഒരുങ്ങുന്നത്. ഇങ്ങനെ സമ്പൂർണ്ണ പോരാട്ടത്തിന് തമിഴക വെട്രി കഴകം ഒരുങ്ങുമ്പോൾ DMKക്ക് ആശങ്കപ്പെടാന് ഏറെയുണ്ട്. എന്നാൽ വിജയ് ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ വേണ്ട സംഘടനാ സംവിധാനം DMKക്കുണ്ട്. ഇതിനിടയിലാണ് DVK മുഖ്യ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രശാന്ത് കിഷോറിനെ ഒഴിവാക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നത്. സ്വന്തമായി രാഷ്ട്രീയ താൽപര്യമുള്ള പ്രശാന്ത് കിഷോറുമായി ഒത്തുപോകില്ലെന്ന് കണ്ടാണ് DVK അദ്ദേഹത്തെ കൈവിടുന്നത്. നിർണായക ഘട്ടത്തിൽ പ്രശാന്തിൽ നിന്നും ഉപദേശം തേടുക മാത്രമാണ് വിജയ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ വർഷം പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തതൊഴിച്ചാൽ പാർട്ടിയുടെ മറ്റു വേദികളിലൊന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലായിരുന്നു. നയരൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ജോൺ ആരോഗ്യസ്വാമി ഉൾപ്പെടെയുള്ളവർക്ക് നിയമനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വിജയുടെ സ്വീകാര്യതയും താരപരിവേഷവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്നാണ് ഈ വിഭാഗം കണക്കുകൂട്ടുന്നത്. അപൂർവം അവസരങ്ങളിൽ മാത്രമാണ് പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായങ്ങൾ വിജയ് തേടിയിരുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DVK തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പ്രശാന്തിന് നിർണായക റോൾ ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. മുൻപ് പ്രശാന്തിനെ യോഗത്തിനെത്തിച്ചത് അടുത്തിടെ VCK വിട്ട് വിജയുടെ പാർട്ടിയിലെത്തിയ ആധവ് അർജുനാണ്. അതേസമയം ഇപ്പോൾ ബീഹാറിൽ ജൻസൂരജ് പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷി നടത്തുകയാണ് പ്രശാന്ത്. ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി കളത്തിൽ ഇറങ്ങിയേക്കും. പ്രശാന്ത് കിഷോർ രൂപം കൊടുത്ത് തെരഞ്ഞെടുപ്പ് തന്ത്ര ഏജൻസി IPAC തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷി AIADMKയുമായി സഹകരിക്കാൻ തയ്യാറെടുക്കുമെന്ന് കേട്ടിരുന്നു. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ സഹായിച്ചതിനു ശേഷം കിഷോർ രാഷ്ട്രീയ കൺസൾട്ടിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. പ്രശാന്ത് കിഷോർ കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 അദ്ദേഹം ജൻസൂരജ് പാർട്ടി രൂപീകരിച്ചിരുന്നു. എന്തായാലും തമിഴക രാഷ്ട്രീയം ഇപ്പോൾ വളരെയധികം നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് വന്നതൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ സവിശേഷമാക്കുന്ന ഒന്നായി മാറുകയായിരുന്നു. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായ പോരാട്ടത്തിനാണ് വിജയുടെ പാർട്ടി ഒരുങ്ങുന്നത്. ഇങ്ങനെ സമ്പൂർണ്ണ പോരാട്ടത്തിന് തമിഴക വെട്രി കഴകം ഒരുങ്ങുമ്പോൾ DMKയും ആശങ്കപ്പെടുന്നുണ്ട്. അതേസമയം പ്രശാന്ത് കിഷോറിനെ ഒഴിവാക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ വിജയ് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഉപദേശം തേടുക മാത്രമാണ് ചെയ്യാറുള്ളത്. അല്ലാതെ വിജയ് തന്റെ പാർട്ടി പരിപാടികളിലേക്ക് ഒന്നും തന്നെ പ്രശാന്ത് കിഷോറിനെ ക്ഷണിച്ചിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറുന്നത്.